ഏവർക്കും യേശുക്രിസ്തുവിലുള്ള വന്ദനം. ഈ അനുഗ്രഹീതമായ സുവിശേഷ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും യേശുക്രിസ്തുവിൽ നന്ദി അർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഈ വേദിയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഈ സുവിശേഷ യോഗത്തിൻ്റെ ഭാഗമാക്കാകുന്ന എൻ്റെ സ്നേഹിതർ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, പിതാക്കന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാത്തിനും ഉപരി എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകാൽ എനിക്കേറെ സന്തോഷമുണ്ട്. എൻ്റെ ഭാര്യ സുജയുടെ അധ്യാപകൻ പാസ്റ്റർ ജെൽസ്റ്റിൻ ആൽവിൻ അവറുകൾ ഇവിടെയുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സുവിശേഷ യോഗത്തിൻ്റെ കഴിഞ്ഞ രാത്രിയിൽ വായിച്ചതായ വാക്യം ഇന്ന് രാത്രിയിലും നമുക്കൊരിക്കൽ കൂടെ വായിച്ച് നമ്മുടെ ഈ സന്ധ്യയിലെ ദൈവവചന ധ്യാനത്തിനായി നമുക്കൊരുക്കപ്പെടാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ ഈ സന്ധ്യയിലത്തെ തിരുവെഴുത്തിൻ്റെ ധ്യാനത്തിനായി വായിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ വായിച്ചതായ വാക്യമാണ് 3 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം. മരണവും ന്യായവിധിയും മാത്രമല്ല, കർത്താവ് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന ഓർമ്മപ്പെടുത്തൽ. ന്യായവിധി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു തുടങ്ങിയത്. ന്യായവിധി എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ തുലോം കുറവാണ്. ഈ കാലഘട്ടത്തിൽ സുവിശേഷ യോഗങ്ങളിലൊക്കെ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമായി സുവിശേഷത്തിൻ്റെ അരങ്ങുകൾ മാറുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭാവി പ്രത്യാശയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും കർത്താവായ യേശുക്രിസ്തു ഈ ഉലകിൽ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തിൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ചുമുള്ള പ്രഭാഷണങ്ങൾ തുലോം കുറവാണ്. ഈ കാലഘട്ടത്തിന് അനിവാര്യം ദൈവത്തിൻ്റെ ഭാവികാല പദ്ധതിയെക്കുറിച്ചാണ്. അതിനാധാരമായിട്ടാണ് ഈ വാക്യം കഴിഞ്ഞ രാത്രിയിൽ വായിച്ചത്. ന്യായവിധി എന്നുള്ളത് കേവലം ഒരു വാചകം മാത്രമായി അസ്തമിക്കുന്ന ഒന്നല്ല. ന്യായവിധി എന്നുള്ളത് ഉലകിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യുവാൻ പോകുന്നതുമാണ്. ഹെയ്ത്തിയുടെ മണ്ണിലേക്ക് 2010 ഒരു ഭൂമി കുലുക്കമുണ്ടായി. 3 ലക്ഷത്തിലധികം വരുന്ന ജനം 3 മിനിറ്റ് കൊണ്ട് മൺമറയപ്പെട്ടു. ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഹെയ്ത്തി എന്ന ഈ ദ്വീപിനെ എന്തിനു നീ പിടിച്ച് കുലുക്കി? ദൈവത്തിന് പറയാനുള്ളത്, ഈഡ്സ് എന്ന രോഗത്തിൻ്റെ ഉത്ഭവം ഹെയ്ത്തിയിലാണ്. പാപം കുടികുത്തി വാഴുന്ന ഹെയ്ത്തിയെ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥൻ കുലുക്കി ന്യായം വിധിച്ചു. സ്തോത്രം പറയാമോ? ഇന്ന് രാത്രിയിൽ ഓർക്കണം, റാന്നി പാലം ചില വർഷങ്ങൾക്ക് മുൻപ് ഉഷ എന്ന പ്രൈവറ്റ് ബസ് 70ഓളം വരുന്ന ജനവുമായി കയറി പാലത്തിൻ്റെ പാതി പിന്നിടുമ്പോൾ റാന്നി വലിയ പാലം നടുവി പിളർന്ന് പമ്പാ നദിയുടെ ആഴത്തിലേക്ക് ആണ്ടുപോകുമ്പോൾ ഒരു ചോദ്യം ഉയരത്തിലേക്ക് ചോദിക്കണം, നാഥനെ, എന്തിനാ ഇങ്ങനെ ഈ പാലത്തോട് ക്രൂരത കാട്ടിയത്? ദൈവം പറയും, ചില വർഷങ്ങൾക്ക് മുൻപാണ് വിശുദ്ധ ബൈബിൾ ആ പാലത്തിൻ്റെ നടുക്ക് വെച്ച് സുവിശേഷം പറയാൻ വന്ന ഉപദേശിയെ അടിച്ചിട്ട് ആ പാലത്തിൻ്റെ നദിയെ വെച്ച് ആ ബൈബിൾ അവിടെ കീറിയിട്ട് കത്തിച്ചപ്പോൾ സ്വർഗം വിട്ടില്ല. കീറിയിട്ട പാലത്തെ പൊളിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ഓർക്കണേ. അങ്കമാലിയുടെ മണ്ണിലേക്ക് ഓടിച്ചെല്ലുന്നവർക്കറിയാം. ആമേൻ. 60 വർഷങ്ങൾക്ക് മുൻപ് ട്രാക്ട് കൊടുത്ത് നടന്ന ചാക്കോയച്ചായനെ അവിടെ കെട്ടിയിട്ട് ആ നടുക്ക് ആമേൻ കുടിമരത്തിൽ കെട്ടിയിട്ട് അടിച്ച ഒരു പാരമ്പര്യമുണ്ട്. സ്വർഗം വിട്ടില്ല.
അടിച്ചവർ മൂവരുടെ കുടുംബത്തിലും ഭ്രാന്തിനാൽ പിടിക്കപ്പെട്ട് നാട് വിട്ടോടേണ്ടി വന്നു. വിട്ടില്ല. അങ്കമാലിയിൽ നിന്ന് 3 പ്രസാധകർ ശ്രേഷ്ഠമായ ബൈബിൾ പരിഭാഷകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ന്യായവിധി എന്ന വിഷയം വിട്ടുകളയാനുള്ളതല്ല. ഉലകിൽ സർവശക്തന്റെ ക്രിയ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്തോത്രം കൂടെ പറയാം. ഒറീസയുടെ മണ്ണിൽ ചില വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷത്തിന് വേണ്ടി ആമൻ ഇറങ്ങിത്തിരിച്ച ഗ്രിഹാം സ്റ്റെയിൻസും തലമുറകളും കുഷ്ഠരോഗത്താൽ പിടിക്കപ്പെട്ട ജനത്തെ ആതുര സേവനത്തിലൂടെ സ്വർഗീയ സൗഭാഗ്യം പകർന്നു കൊടുത്തുകൊണ്ട് ഇതാ ആ ഗ്രാമങ്ങളിലേക്ക് സുവിശേഷവുമായി കടന്നുപോയി തിരികെ വന്നിരുന്ന ആ ഭക്തനും തൻ്റെ പിഞ്ചോമനകളെ തെരുവിൽ വിശ്രമിക്കാൻ വേണ്ടി വാഹനം ആമൻ ഓരത്തൊതുക്കിയിട്ട് അകതളത്തിൽ ആശ്വാസത്താൽ അവർ വിശ്രമത്തിൽ ആ ഗാഠനിദ്രയിൽ കിടക്കുമ്പോൾ ആമൻ പെട്രോളും എണ്ണയും കലർന്ന മിശ്രിതം വാഹനത്തിലേക്ക് കോരി ഒഴിച്ച് ഒരു കൂട്ടം നരാധമന്മാർ ആ വാഹനത്തിൽ തീ വെക്കുമ്പോൾ ചൂടുകൊണ്ട് പൊട്ടിയ ഗ്ലാസിൽ കൂടെ പിഞ്ചോമനകളെയും ആ ഭക്തനും കൂടെ ഊർന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ മുപ്പല്ലി കൊണ്ട് കുത്തി അകത്തേക്കിട്ടിട്ട് വീണ്ടും ആമേൻ തീ ആളിപ്പടർത്തി അവരവിടെ ഒരു പിടി ചാരമാകുമ്പോൾ 2 ആൺമക്കളെയും ഗ്രഹാം സ്റ്റെയിൻസ് മാറോട് ചേർത്ത് വെച്ച് ആ മണ്ണിൽ ഞെരിഞ്ഞമറുമ്പോൾ ഗ്ലാഡീസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തു. പക്ഷേ ഈ ഭാരത മണ്ണിലേക്ക് ഗ്രഹാം സ്റ്റെയിൻസിനെ ശുശ്രൂഷയ്ക്കയച്ച ദൈവം മാപ്പ് കൊടുത്തില്ല. ഒറീസയോട് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഉടമസ്ഥനായ ദൈവം ഒരു കണക്ക് ചോദിച്ചു. ഇതാ ആ തീരത്തൂടെ ആഞ്ഞടിച്ചു വന്ന് പേമാരിക്കും കൊടുങ്കാറ്റിന്റെ മുൻപിൽ ഒറീസ വിറച്ചുപോയി. ചരിത്രത്താളുകൾ പഠിക്കുന്ന വേദപഠിതാക്കൾ, കാലാവസ്ഥയുടെ ഗണന മനസ്സിലാക്കുന്നവർ കുറക്കെ പറയാൻ കഴിയും, പിൻപിൽ ചലിക്കുന്ന ഒരു അദൃശ്യകരമുണ്ട്. ഇന്ന് രാത്രിയിൽ അവിടെയും ഇവിടെയുമൊക്കെ അടിയുമിടിയും തൊഴിയും ക്രൈസ്തവനെതിരെ ആർത്തനാദം മുഴക്കി ആക്രോശിച്ചു തൊടുത്തുവിടുമ്പോൾ പലരും ചോദിക്കുന്നു, നിങ്ങളെന്താ അടിക്കാത്തത്? അടിക്കാൻ കരുത്തില്ലാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടുമല്ല, മർമ്മം അറിയാഞ്ഞിട്ടല്ല, വടിവാള് പിടിക്കാൻ കരുത്തില്ലാഞ്ഞിട്ടല്ല. ഇതൊക്കെ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. കാരണം ഞങ്ങളുടെ മാർഗം ക്ഷമയുടെയാ, ഞങ്ങളുടെ മാർഗം സഹനത്തിൻ്റെയാ, ഞങ്ങളുടെ പ്രസ്ഥാനം രക്തസാക്ഷികളാൽ പണിയപ്പെട്ടതാ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വാക്ക് ഉച്ചരിക്കുമ്പോൾ 71 കോടി രക്തസാക്ഷികൾ രക്തം കൊടുത്ത ഒരു മഹൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗവാക്കാകാനാ നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത്രത്തോളം രക്തസാക്ഷികൾ ഉലകിൽ ആർക്കും ലഭിച്ചിട്ടില്ല. സ്തോത്രം. നമ്മുടെ നേതാവ് രക്തസാക്ഷിയായി. അണികളിൽ ആമൻ ഇറങ്ങിത്തിരിച്ച ആരംഭ കാലഘട്ടത്തിലെ അപ്പോസ്തലന്മാർ ആമൻ എല്ലാവരും ഒരാളെ ഒഴിവാക്കിയാൽ അദ്ദേഹവും പീഡനത്തിൽ കൂടെ പോയി, യോഹന്നാൻ അപ്പോസ്തലൻ. ബാക്കി ഏവരും ആമേൻ ഈ മണ്ണിൽ രക്തമൊഴുക്കി അവസാനിച്ചവരാണ്. അതുകൊണ്ടൊന്നും ഇത് തകർന്നിട്ടില്ല, തകർന്ന ചരിത്രമില്ല. അതുകൊണ്ട് നമുക്ക് നേരെ തൊടുത്തുവിടുന്ന ആക്രമണങ്ങളും ആക്രമണ ത്വരകളുമൊക്കെ കാണുമ്പോൾ വേദപുസ്തകം പറയുന്നുണ്ട്, ഒരു കിരണത്തടിച്ചാൽ മറുകിരണവും കാണിക്കണം. ആ പ്രമാണമുള്ളത് കൊണ്ട് ഞങ്ങൾ അടരിന് ഒരുങ്ങാറില്ല, വടിവാൾ ഏന്താറില്ല, ഞങ്ങൾ ആക്രോശിക്കാറില്ല, ഹർത്താൽ നടത്താറില്ല, മുഷ്ടിയുദ്ധത്തിന് ഞങ്ങളില്ല, ദ്വന്ദ്വയുദ്ധത്തിന് ഞങ്ങളില്ല. പക്ഷേ പ്രാർത്ഥന, അതാ ഞങ്ങളുടെ ആയുധം. സ്തോത്രം. അപ്പോൾ നമ്മളെ നോക്കി ചോദിക്കുക, അതെന്താ നിങ്ങളിങ്ങനെ ഒന്നിനും പോകാത്തതിൻ്റെ കാരണം ചങ്ങാതി നേരിട്ട് പറഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ട്. അതുകൊണ്ടാണ്. ചോദിക്കാൻ ആളുണ്ടോന്ന്? ആ ഉണ്ട്. എപ്പോൾ ചോദിക്കും? ആ ചോദിക്കുന്ന കാര്യമാ ഈ പ്രസംഗത്തിൻ്റെ പ്രമേയം. ന്യായ വിധി. ആളെ നേരിട്ട് അന്ന് നീ കാണും, ഇന്നല്ല അന്ന്. കണ്ടാൽ എങ്ങനെ ഇരിക്കും? ആ ഇരിക്കുന്ന എങ്ങനെയാണെന്നറിയണ്ടേ? ഉലകിലെ എല്ലാവിധമായ സുഖ സൗകര്യങ്ങൾ കരുത്തും നിറഞ്ഞു നിൽക്കുന്ന ബാബിലോണിന്റെ സാമ്രാജ്യത്തിന്റെ നടുത്തളത്തിൽ 1000 പേർക്കും 1000 മഹത്തുക്കൾക്ക് വിരുന്നൊരുക്കി നിശയുടെ നിശബ്ദതയെ ആമേൻ പ്രശോഭിപ്പിക്കുന്ന ആ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ആർഭാടങ്ങളുടെ ആ അളവുകൾ വർദ്ധിച്ചപ്പോൾ, പാപത്തിന്റെ പ്രഹേളികയാൽ ബന്ധിക്കപ്പെട്ടപ്പോൾ രാജാവ് 1000 പേരെ 1000 അതിസുന്ദരിമാരെ കൊണ്ടുവന്നു. നിശ
ഡാൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിവക്ഷിക്കാം. അപ്രകാരം ആ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ 1000 പേരും രാജാവും ആമേൻ ശേഷമുള്ള മഹത്തുക്കളും ഒന്നിച്ച് ആർപ്പിടുമ്പോൾ ഭിത്തിയിൽ ഒരു വിരൽ കണ്ടു, ദൈവത്തിൻ്റെ വിരൽ. ആ വിരൽ ഇങ്ങനെ എഴുതി, മെനേ മെനേ തെക്കേൽ ഉഫർസീൻ. അവിടെ വായിക്കുന്നു, ആ വിരൽ കണ്ടപ്പോൾ രാജാവ്, കേൾക്കണേ, ഇന്ത്യ മുതൽ എത്യോപ്യ മുതൽ ഇന്ത്യ വരെ വാഴുന്ന നാട് ബാബിലോണ്യ സാമ്രാജ്യത്തിൻ്റെ അതിര്, ഈ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 സംസ്ഥാനങ്ങളുടെ അധിപൻ, അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥന്റെ വിരല് കണ്ടപ്പോൾ അരയുടെ ഏപ്പ് അഴിഞ്ഞാടി. വിരല് കണ്ടപ്പം അരയുടെ ഏപ്പ് അഴിഞ്ഞാടിയെങ്കിൽ കുഞ്ഞെ നേരിട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഒരു സ്തോത്രം പറയാൻ പറ്റുന്നുണ്ടോ ഇന്ന് രാത്രി? അതുകൊണ്ടാണ് ഞങ്ങൾ മൗനമായിരിക്കുന്നത്. അടിച്ചോ, ചവിട്ടിക്കോ, കൊന്നോ, സാരമില്ല. ചോദിക്കാൻ ആൾ വരുന്നുണ്ട്. ആ വരവിൻ്റെ വ്യക്തമായ വിവരണങ്ങളാണ് ന്യായവിധി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാൻ പോകുന്നത്. കാലാകാലങ്ങളായി നടന്നിട്ടുള്ളതാണ്, നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും, അത് വ്യക്തമാണ്. ന്യായവിധി എന്ന വിഷയത്തെ പഠിക്കുമ്പോൾ 7 എന്ന് വ്യക്തമാകുന്നു. മനുജകുലത്തോട് ബന്ധപ്പെട്ട് ലളിതപഠനാനുസൃതമായി 3 പഠിക്കാൻ കഴിയും. 1 ദൈവസഭയോട് ബന്ധപ്പെട്ട് വിധിയുണ്ട്. 2 മരിച്ചവർ, 3 ജീവിച്ചിരിക്കുന്നവർ. ഇതിലേതാണ് ആദ്യം? 1 പത്രോസ് 4:17-18. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാറായി. 1-ാമത്തെ വിധി ദൈവസഭയുടേതാണ്. അവിടെ വായിക്കുന്നു 1 പത്രോസ് 4:17-18. ആമേൻ. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും സുവിശേഷത്തെ അംഗീകരിക്കാത്തവന്റെയും ഗതി എന്താകും? ഓർക്കുക, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കുമ്പോൾ ആമൻ നീതിമാന്റെ അവസ്ഥ ഇതാണെങ്കിൽ സുവിശേഷം കേൾക്കാത്തവന്റെ അവസ്ഥ എന്താകും? സ്നേഹിത, ഈ ജനറൽ കൺവെൻഷനിൽ ഈ സന്ദേശം ഉരുത്തിരിയുമ്പോൾ ഓർക്കുക, ദൈവത്തെ അറിഞ്ഞ വിശ്വാസിയുടെ ഗതി ഇതാണെങ്കിൽ ഇത് അംഗീകരിക്കാത്ത നിന്റെ ഗതി എന്താ? ദൈവസഭയോട് ബന്ധപ്പെട്ട വിധികൾ 3 പഠിക്കണം. 1 വേദപുസ്തകം വ്യക്തമാക്കുന്നു, പത്രോസിന്റെ ലേഖനം, പാപത്തിന്റെ വിധി കാൽവറിയുടെ കുലക്കളത്തിൽ. കഴിഞ്ഞ രാത്രി ഓർമ്മിപ്പിച്ചു, കഴിഞ്ഞുപോയി. 2 നടന്നുകൊണ്ടിരിക്കുന്നു. ആരുടേതാണ്? മക്കൾ. വർത്തമാന കാലഘട്ടത്തിൽ വിധിയുണ്ട്. ആ വിധി നടന്നുകൊണ്ടിരിക്കുക. ഗ്രഹിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. ബാലശിക്ഷ എന്ന് പറയുന്നു. അപ്പനായ ദൈവം മക്കളായ നമ്മെ അപ്പന്റെ പദ്ധതിയിലേക്ക്, ക്രിസ്തുവിൽ തികഞ്ഞവരാകാൻ, ക്രിസ്തുവിന്റെ തലയോളം വളരാൻ, ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നിർമ്മല കന്യകയായി മാറേണ്ടതിന് അപ്പൻ ബാലശിക്ഷ കഴിക്കും. ഒരു സ്തോത്രം പറയാം. 4 രീതിയിൽ അതിന് വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നു. 1 ബലഹീനത, 2 രോഗങ്ങൾ, 3 സാമ്പത്തിക പ്രശ്നങ്ങൾ, 4 മരണവും സംഭവിക്കാം. ഈ 4 നിലകളിൽ ബാലശിക്ഷ നിൽക്കുന്നു. ഇതാണ് വർത്തമാന കാലഘട്ട വിധി. ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ടത്, ദൈവസഭയ്ക്ക് ഭാവിയിൽ ഒരു വിധിയുണ്ട്. 1 പാപി എന്ന നിലയിൽ കഴിഞ്ഞുപോയി. 2 മക്കൾ എന്ന നിലയിൽ നടക്കുന്നു. 3 ഒരു ദാസൻ എന്ന നിലയിൽ നടക്കാൻ പോകുന്ന ദൈവസഭയുടെ വിധി. ആ വിധിയെ ഇന്ന് രാത്രിയിൽ ചിന്തിക്കണം. നടക്കാൻ പോകുന്നത് എപ്പോഴാണ്? ഇത് നടക്കാൻ പോകുന്നത്, നടക്കാൻ പോകുന്നതിൻ്റെ സമയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ഒലിവുമലയുടെ മുകൾപ്പരപ്പിൽ ശിഷ്യഗണങ്ങളുമായി കൂടി നിന്ന നാഥൻ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളും അത് മാറോട് ചേർത്ത് വെച്ച് ഈ മണ്ണിൽ ജീവിച്ച ഭക്തന്മാർക്കും ഏവർക്കും ഏക പ്രതീക്ഷ, ഇന്ന് രാത്രി വന്ന നമുക്കെല്ലാവർക്കുമുള്ള പ്രതീക്ഷ നമ്മുടെ കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് നാം എല്ലാവരും കാത്തിരിക്കുന്നതും ഇവിടെ കൂടി വന്നിരിക്കുന്നതും. ഇന്ന് രാത്രി എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് വരുമോ? ഘോരഘോരം പ്രഭാഷണങ്ങൾ നടക്കുന്നു. മുക്കിന് യേശു വരും, യേശു വരുമെന്ന് ഘോരഘോരം പ്രഭാഷണം നടക്കുമ്പോൾ ഇന്ന് രാത്രിയിലും
യേശു വരും എന്നുറക്കെ പറയുന്നു. യേശു വരുമോ? ഒരു ചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? വേണം. യേശു വരുമോ? വരുമോ എന്ന് ചോദിച്ചാൽ തെളിവുകൾ ഒരുപാടുണ്ട്. ആ എല്ലാ തെളിവുകളിൽ നിന്ന് 3 സാക്ഷികൾ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമ പുസ്തകം ഉൽപ്പത്തി മുതൽ മലാഖി വരെ 39 പുസ്തകങ്ങളിലൂടെ കണ്ണോടിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ പാപം പരിഹരിപ്പാൻ വന്നത് മുതൽ കാൽവറി കുലക്കളത്തിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് വരെയുള്ള ഒന്നാമത്തെ വരവ്, ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പഴയ നിയമ പുസ്തകത്തിൻ്റെ താളുകൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെ 175 പ്രവചനങ്ങളുടെ നിറവേറലായിരുന്നു യേശുനാഥന്റെ ഒന്നാമത്തെ വരവ്. ഒരു സ്തോത്രം പറയാമോ? വാക്യങ്ങൾ വിഭിന്നമാണ്, വാക്യശകലങ്ങൾ വിഭിന്നമാണ്. പക്ഷേ ആകത്തുകയാകുന്ന പ്രവചനങ്ങളുടെ എണ്ണം 175 പ്രവചനങ്ങൾ നിറവേറുവാൻ നാഥൻ ഒന്നാമതായി ഉലകിൽ വന്നു മടങ്ങി. അങ്ങനെയാണെങ്കിൽ അതേ പഴയ നിയമ പുസ്തകത്തിൻ്റെ താളിൽ യേശു വീണ്ടും വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതേ പഴയ നിയമ പുസ്തകത്തിൻ്റെ അകത്ത് എണ്ണം പറയുന്നു 350 പ്രവചനങ്ങൾ ഇനി അവൻ വീണ്ടും വരും എന്നതിൽ നിറവേറാൻ നിൽക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? 175 എണ്ണം നിറവേറാൻ ഒരിക്കൽ വന്നുപോയെങ്കിൽ 350 പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ നിറവേറാൻ കാത്തു കിടക്കുന്നത് കൊണ്ട് പോയതുപോലെ എൻ്റെ പ്രാണപ്രിയൻ വരും. സ്തോത്രം. ഇത് പഴയ നിയമത്തിന്റെ കണക്കാ. പുതിയ നിയമത്തിന്റെ താളുകൾ പലസ്തീൻ, യഹൂദ മണൽ വിരിച്ച പിരിമാറിൽ യേശുനാഥന്റെ പാദം പതിഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ട് ആ ഗലീല കടലിന്റെ തീരങ്ങളും യോർദാൻ കലങ്ങി മറിഞ്ഞൊഴുകുന്ന ആ തീരങ്ങളിലും നാഥന്റെ പ്രക്ഷോഭിക്കുന്ന ശബ്ദം മുഴങ്ങി. ആ അലകളുടെ ചുവട് പിടിച്ചുകൊണ്ട് ശിശഗണങ്ങൾ ചുവട് വെച്ചു. നാഥൻ ഒലിവുമലയുടെ മുകൾപ്പരപ്പിൽ നിന്ന് വിട്ടുവിട വാങ്ങുകയാ. ശിശഗണങ്ങളുടെ ഉൾത്തടം പുകഞ്ഞു. വേദന കൊണ്ട് അവരുടെ ഉള്ളം തകർന്നു. യേശുനാഥൻ അവരെ വിട്ട് വാനപിരിവിലേക്ക് എടുക്കപ്പെടുന്നു. ആ എടുക്കപ്പെടുന്ന വേളയിൽ വേദന തെങ്ങുന്ന ഹൃദയത്തോടെ വാനപിരിവിലേക്ക് നോക്കി നിൽക്കുന്നു. മേഘം വന്ന് യേശുനാഥനെ മറച്ചു. ഇനി ഒരിക്കലും വരില്ല. ഒന്നുമില്ലായ്മയുടെ മണ്ണിൽ നിന്ന് പടകം വലയും പിടിച്ച് തീരത്തൂടെ തേരാപ്പാര നടന്നവരെ സുവിശേഷ രണാങ്കണത്തിന്റെ ധീരയോദ്ധാക്കളാക്കി. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളും ആശയങ്ങളും ആദർശങ്ങളും ആഴമായി നിറച്ചു കൊടുത്തു. പോരാടാൻ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് കർത്താവിൻ്റെ ആമേൻ ദൗത്യം എന്താണെന്നുള്ളത് വ്യക്തമായി ഹൃദയത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. അകലുന്ന ആ കാഴ്ച കണ്ട് വേദനയുടെ ഒലിവുമലയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഒലിവുമല വിറച്ചുപോയി. അപ്പോസ്തല പ്രവൃത്തി 1:11 വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒലിവുമലയിൽ ഉറക്കെ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ദൂതന്മാർ സാക്ഷിച്ചു, അവൻ വീണ്ടും വരും. ഇനി നാഥനോട് ചോദിക്കാം, അല്ലയോ നാഥനെ, അങ്ങ് വരുമോ? കർത്താവായ യേശുനാഥന്റെ പ്രഭാഷണ വേദികൾ ഇതാ ആമൻ സദൂക്യന്മാരും പരീക്ഷാവാദികളും മഹാപുരോഹിതവാസന്മാരും അടങ്ങുന്ന വലിയൊരു കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന വേദികളിൽ പലയിടത്തായി എൻ്റെ നാഥന്റെ വാക്ക് തൻ്റെ വരവിനെ കുറിച്ചാണ്. എതിരാളികളുടെ മുൻപിൽ പറഞ്ഞു, ഞാൻ വീണ്ടും വരും. തെളിവ് സ്ഥലങ്ങൾ വേണോ പ്രിയരെ? ഫിലിപ്പിന്റെ കൈസരിയുടെ മണ്ണിൽ ക്രൂശിനെ കുറിച്ചുള്ള പാഠങ്ങൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് പകരുമ്പോൾ നാഥൻ പറഞ്ഞു, ഞാൻ വീണ്ടും വരും. ഒലിവുമലയുടെ മുകൾപ്പരപ്പിൽ എൻ്റെ നാഥൻ ഇതാ തൻ്റെ കഷ്ടതയുടെ ആഴങ്ങൾ വെളിപ്പെടുത്തുന്ന വേളയിൽ നാഥൻ പറഞ്ഞു, ഞാൻ വീണ്ടും വരും. കർത്താവ് ഇതാ ഇത് മാത്രമല്ല, ആമേൻ, കയ്യഫാവിൻ്റെ അരമനയിൽ കരുത്തേറിയ മഹാപുരോഹിതൻ കയ്യഫായുടെ ചോദ്യത്തിൻ്റെ മുൻപിൽ നാഥൻ പറഞ്ഞു, ഞാൻ വീണ്ടും വരും. ഇത് മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ തിബരിയോസ് കടൽക്കരയിൽ ആമൻ നീറിപ്പുകഞ്ഞ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുവാൻ അവരോടായി പറഞ്ഞു, ഞാൻ വീണ്ടും വരും. ഇതാ ആമൻ ഈജിയൻ ആഴിയുടെ നടുവിലുള്ള ഒറ്റപ്പെട്ട ദ്വീപു സമൂഹത്തിൽ മരണം കാത്തു കിടക്കുന്ന യോഹന്നാൻ ആത്മനിറവിൽ പത്മോസിൽ കിടക്കുമ്പോൾ കാതിൽ ഉറക്കെ പറഞ്ഞു, ഞാൻ വീണ്ടും വരും.
മറിയയുടെ വീട്ടിൽ പെസഹായ്ക്കിരിക്കുമ്പോൾ എൻ്റെ നാഥൻ പറഞ്ഞ വാക്ക്, ആമേൻ, യോഹന്നാന്റെ സുവിശേഷം 14:1-3 വരെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുകയാണ്. ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഇതാരാ പറഞ്ഞത്? എൻ്റെ നാഥൻ പറഞ്ഞതാ. ഇതുപോലെ പ്രിയരെ, ഞങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും ഒന്നും വ്യർത്ഥമല്ല. ഇത്ര തെളിവുള്ള ആരുണ്ട്? ഇത്ര വ്യക്തമായ സൂചികകൾ ചൂണ്ടിക്കാണിക്കുന്ന വേറെ ആരുണ്ട്? അതെ, ഞങ്ങളുടെ ആരാധന വെറുതെയല്ല, പ്രാർത്ഥന വെറുതെയല്ല. ഞങ്ങളുടെ നാഥൻ വരാറായി. ഒരു സ്തോത്രം പറയാമോ? ശ്രദ്ധിക്കൂ, ഈ യോഹന്നാന്റെ സുവിശേഷം 14:1-3 വരെയുള്ള വാക്യത്തിന് ഒരു ലളിത പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം പറയുമ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞ്, ആമേൻ, എൻ്റെ പ്രിയമുള്ളവർക്ക് ഒരു 10-20 മിനിറ്റത്തെ വാക്യവായന ഒഴിവാക്കി മുന്നേറാൻ കഴിയുന്ന ഒരു പശ്ചാത്തലമാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവും അനന്തര സംഭവവും എന്താണ്, എങ്ങനെയാകും എന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ആദ്യ 3 വാക്യങ്ങൾ നാഥൻ മൊഴിയുമ്പോൾ ഇത് യഹൂദാ വിവാഹത്തിൻ്റെ പശ്ചാത്തലമാണ്. യഹൂദാ വിവാഹത്തിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോഴേ ഈ വാക്യം ഗ്രഹിക്കാൻ കഴിയൂ. ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വരും, വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഇത് യഹൂദാ വിവാഹത്തോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ യഹൂദാ വിവാഹത്തിൻ്റെ ചുവട് പിടിച്ചൊരു പ്രഖ്യാപനം. എന്താണ് അതിൻ്റെ അർത്ഥം? വിവാഹത്തിൻ്റെ പ്രായമെത്തിയ യഹൂദൻ തൻ്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ തേടി ഇറങ്ങും. തനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടാൽ, ബോധിച്ചാൽ, നേരിട്ട് അവളെ അരികിലേക്ക് ചെന്ന് ചോദിക്കുകയല്ല ആ യഹൂദ യുവാവിൻ്റെ പ്രത്യേകത. പിന്നെന്താ ചെയ്യുക? ആ പെൺകുട്ടിയുടെ വീട് തേടിപ്പിടിച്ച് വീട്ടിൽ ചെല്ലും. പെൺകുട്ടിയുടെ പിതാവുണ്ടെങ്കിൽ പിതാവിനോട് പറയും, അങ്ങയുടെ മകളെ എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പിതാവ് ആ യുവാവിനോട് പറയുന്നത്, ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു തരാം, നീ എനിക്ക് എത്ര പണം തരും? പുരുഷധനം. ഇവിടെ പെൺകുട്ടികളുള്ള നമ്മുടെ മാതാപിതാക്കളുടെ അകത്ത് സ്ത്രീധനമെന്ന ആ ഒരു യാഥാർത്ഥ്യം പോക്കറ്റ് മണി എന്ന പേരിൽ മാറിയിട്ടും ഉറങ്ങാൻ കഴിയാതെ വ്യാകുലപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുമ്പോൾ ഇപ്പം ചിന്തിക്കുകയാണ്, ഇസ്രായേലിലെങ്ങാണമായിരുന്നെങ്കിൽ. അതെ, ഇസ്രായേലിൻ്റെ പശ്ചാത്തലം. യഹൂദ യുവാവ് വിവാഹം കഴിക്കണമെങ്കിൽ അവൻ പണം കൊടുക്കണം അങ്ങോട്ട്. അവളെ വില കൊടുത്താ വാങ്ങേണ്ടത്. വില കൊടുത്ത് വാങ്ങണം. ക്രൂശിൽ വില കൊടുത്ത് വാങ്ങി. ഒരു സ്തോത്രം പറഞ്ഞേ. വില കൊടുക്കുക. അപ്പൻ പറയും എത്ര വേണം, അപ്പം പറയുന്ന പണം കൊടുക്കും. പണം കൊടുത്ത് കഴിഞ്ഞാൽ അടുത്തതാണ്, ഈ വില കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഉടമ്പടിയാ. പെൺകുട്ടിയുമായിട്ടുള്ള ഉടമ്പടി. എന്താണ് ആ ഉടമ്പടി? ഒരു ഗ്ലാസ് വീഞ്ഞ് നിറച്ച് ഈ യുവാവ് കുടിക്കും. വീഞ്ഞിൻ്റെ പാതി കുടിച്ചിട്ട് പാതി ഗ്ലാസ് ഈ പെൺകുട്ടിക്ക് നേരെ നീട്ടും. പാതി വീഞ്ഞ് ആ യുവാവിനോടുള്ള വിധേയത്വമായി ആ പെൺകുട്ടി ആ പാതി ഗ്ലാസ് വീഞ്ഞു കുടിക്കുമ്പോൾ ആ ഭവനത്തിൽ ആ യുവാവ് ഉറക്കെ പറയും, ഇതിനാൽ ഇവളെന്റെ പതിവ്രത. ഇന്നലെ വരെ എങ്ങനാണെന്നോ എന്താണെന്നോ എവിടെയാണെന്നോ വിഷയമല്ല. ഈ നിമിഷം മുതൽ ഇവളാണെന്റെ പരിശുദ്ധ. അപ്പം ഒന്നവൻ വാഴ്ത്തി നുറുക്കി ശിഷ്യഗണങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇതല്ലേ ഓർമ്മിപ്പിക്കുന്നത്, ഇതാണെന്റെ കാന്ത, ഇതിനാൽ ഇവളെന്റെ പതിവ്രത. സ്തോത്രം. അത് കഴിയുമ്പോൾ ആ വീട്ടിൽ യുവാവ് പറയുന്ന വാക്കാണ്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുകയാ. സ്ഥലമൊരുക്കാൻ പോകുകയാ. പോകും മുൻപ് 10 ദ്രഹ്മ, ചതുർദ്രഹ്മ കോർത്തൊരു മുത്താക്കി